ഇപ്പോഴും ആ നടുക്കുന്ന രാത്രിയിലെ ഓർമ്മ നീലേശ്വരത്തെ ജനങ്ങളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ഏറെ സന്തോഷത്തോടെ കളിയാട്ടം കാണാനിറങ്ങിയ വീടുകളിൽ ഇപ്പോഴും വേദനയും കണ്ണീരും വിട്ടുമാറിയിട്ടില്ല. അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലെ അപകടം നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും രോഗശയ്യയിൽ കിടക്കുന്നവരുടെ എണ്ണം അനവധിയാണ്. പലർക്കും കൈകാലുകൾ പോലും അനക്കാൻ കഴിയാത്ത അവസ്ഥ. ആശുപത്രി വിട്ട് വീടുകളിലേക്ക് മടങ്ങിയിട്ടും പലരുടെയും അവശത മാറിയിട്ടില്ല. എന്നെപ്പോലെ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ട് ഇപ്പോഴും സർജറിയും ഇതുപോലെ ബുദ്ധിമുട്ട് നേരുന്ന കുറച്ചധികം ആൾക്കാർ നീലേശ്വരം ആ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ട്. തുടർ ചികിത്സാ കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും, അതിന് എവിടെന്നെങ്കിലൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഹാൻഡ്സ് ഉണ്ടാവും എന്നൊക്കെ വിശ്വസിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സാധാരണക്കാരായ നാട്ടുകാർക്ക് കൂട്ടമായി പരിക്കേറ്റതോടെ പല കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പാടയെ തകർന്നു. ആശുപത്രികളിലെ ഭീമൻ ബില്ലുകളിൽ നിന്നും രക്ഷ നേടാനായത് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായതോടെയാണ്. എന്നാൽ തുടർ ചികിത്സ എങ്ങനെ നടത്തുമെന്ന ചിന്തയാണ് ഇപ്പോൾ പലരുടെയും മനസ്സിനെ അലട്ടുന്നത്. ഇപ്പം ഞാൻ തന്നെ 6 മാസം ജോലി പോയിട്ട് ഇനി എപ്പോഴും പോകാൻ പറ്റുമെന്ന് അറിയില്ല. അതെ, ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പരിക്കേറ്റവർക്കുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കി. ഗുരുതരാവസ്ഥയിൽ തുടർന്ന പലരും മരണത്തിന് കീഴടങ്ങിയതോടെ സർക്കാർ പിന്നെയും സാമ്പത്തിക സഹായം നൽകി. എങ്കിലും സാധാരണ ജീവിതം വീണ്ടെടുക്കാനാവാതെ ഒരു ജനത ഇവിടെ പതറി നിൽക്കുകയാണ്. മനുഷ്യനിർമ്മിതമായ ചില ദുരന്തങ്ങൾ ബാക്കി വയ്ക്കുന്നത് ഇങ്ങനെയുള്ള ചില സങ്കട കാഴ്ചകളാണ്. ഈ മനുഷ്യരുടെ വേദന സർക്കാർ കണ്ണു തുറന്നു കാണണം. കാസർഗോഡ് നീലേശ്വരത്ത് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.